ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. നമ്മുടെ രക്ഷകനായ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവും സമാധാനവും നേരുന്നു. ആഴ്ചയിലെ 24-ാം വാരത്തിന്റെ ഈ ബുധനാഴ്ച പ്രഭാതം ദൈവവചനത്തിന്റെ വെളിച്ചത്തിലൂടെ ജീവിതത്തെ പുതുക്കാനും ആഴങ്ങളിലിറങ്ങി മനസ്സ് ശുദ്ധീകരിക്കാനും ദൈവം തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിന് നന്ദി പറയാം. ഇന്നത്തെ തിരുവചനങ്ങളിൽ തിമോത്തേയോസിനുള്ള 1-ാം ലേഖനവും ലൂക്കായുടെ സുവിശേഷവും ചേർന്ന് ഒരുമിച്ചൊരു ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ദൈവിക ജ്ഞാനം മനുഷ്യരുടെ വിലയിരുത്തലുകൾക്കപ്പുറം എന്നതാണ് അതിന്റെ ഹൃദയം. പലപ്പോഴും നാം നന്മ ചെയ്യുന്നിടത്തും കുറ്റപ്പെടുത്തലുകൾ കേട്ടു നിരാശപ്പെടാറുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അത് കടുപ്പമായി കാണപ്പെടും. ലോകത്തിന്റെ കണ്ണുകളിൽ നാം ഒരിക്കലും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയില്ല. കാരണം മനുഷ്യരുടെ മാനദണ്ഡങ്ങൾ എന്നും മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ വിലയിരുത്തലുകൾക്കപ്പുറം ദൈവം നൽകിയിരിക്കുന്ന ഭക്തിയുടെ രഹസ്യം എന്ന അത്ഭുതകരമായ അനുഗ്രഹം നമ്മെ ഉയർത്തുന്നു. ഈ രഹസ്യത്തെ ഉറച്ചുപിടിച്ചു പറ്റുന്നവർ ലോകത്തിന്റെ വിരുദ്ധ സ്വരങ്ങൾക്കുമപ്പുറം വിശ്വാസത്തിൽ നിലകൊള്ളുന്നു. അതിനാൽ ഇപ്പോൾ കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായം അപേക്ഷിക്കാം. ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ് ജീവിതത്തെ മാറ്റുന്ന ശക്തിയായി മാറുവാൻ കൃപിക്കണമേ എന്നു യാചിക്കാം. ഇന്ന് 1-ാം വായനയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തന്റെ ആത്മീയ പുത്രനായ തിമോത്തേയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ്. വലിപ്പത്തിൽ ചെറുതായിരുന്നാലും അതിന്റെ ഉള്ളടക്കം അതിശയകരമായ ആത്മീയ ആഴം നിറഞ്ഞിരിക്കുന്നു. ഇവിടെ പൗലോസ് തന്റെ പ്രിയ ശിഷ്യനോട് പറയുന്നത്, ഞാൻ ഉടൻ തന്നെ നിന്റെ അടുത്തെത്തുമെന്ന് പ്രത്യാശിക്കുന്നു, എങ്കിലും വൈകാനിട വന്നാൽ ദൈവത്തിന്റെ ഭവനമായ സഭയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നിനക്കു മുമ്പേ ലഭിക്കട്ടെ എന്നാണ്. സഭയെ അദ്ദേഹം ജീവിക്കുന്ന ദൈവത്തിന്റെ ഭവനം, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും എന്നു വിശേഷിപ്പിക്കുന്നു. ഇതൊരു കെട്ടിടത്തെക്കുറിച്ചല്ല, മറിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ സമൂഹത്തെക്കുറിച്ചാണ്. ആ സമൂഹത്തിന്റെ അടിത്തറ സത്യമാണ്. ആ സത്യം തന്നെയാണ് ഭക്തിയുടെ മഹാരഹസ്യം എന്നു അദ്ദേഹം വിളിക്കുന്നത്. പൗലോസ് അതിനെ പുരാതന ക്രിസ്തീയ ഗീതത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അവൻ മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടു, ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷമായി, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകമെമ്പാടും വിശ്വസിക്കപ്പെട്ടു, മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇങ്ങനെ സഭയിലെ തെറ്റായ പ്രബോധനങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമിടയിൽ യഥാർത്ഥ അടിത്തറ യേശുക്രിസ്തുവാണെന്നും വിശ്വാസികളുടെ സമൂഹം അവനിൽ നിലകൊള്ളുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നുമാണ് പൗലോസ് ശക്തമായി ഓർമ്മിപ്പിക്കുന്നത്. ഈ ഗീതം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു വിശ്വാസസാക്ഷ്യമാണ്. അവൻ ശരീരത്തിൽ വെളിപ്പെട്ടു എന്നു പറയുന്നത് ദൈവം മനുഷ്യരൂപം ധരിച്ചു, നമ്മോടൊപ്പം ജീവിച്ചു, നമ്മാൽ കണ്ടും സ്പർശിച്ചും അനുഭവിക്കപ്പെട്ട ഒരാളായി വന്നുവെന്ന വലിയ സത്യത്തെ വെളിപ്പെടുത്തുന്നു. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്നത് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹിമയാണ്. മരണത്തെ തകർത്തും ജീവിതത്തിന്റെ സത്യവും ദൗത്യത്തിന്റെ വിശ്വാസ്യതയും തെളിയിച്ചും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉയർന്നുയർന്നു. ദൂതന്മാർക്ക് കാണപ്പെട്ടു എന്നത് യേശുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഓരോ നിർണായക ഘട്ടത്തിലും ദൈവദൂതന്മാർ സാക്ഷികളായിരുന്നുവെന്ന സ്മരണയാണ്. വിജാതീയരുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു എന്നത് അവന്റെ രക്ഷ ഈ 6 പ്രഖ്യാപനങ്ങൾ ഒന്നിച്ചുകൂടി ഭക്തിയുടെ മഹാരഹസ്യമായി മാറുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ജീവകേന്ദ്രം. ലോകം നമ്മെ വിലയിരുത്തുമ്പോൾ എന്തു പറയുന്നു, എന്തു കുറ്റപ്പെടുത്തുന്നു എന്നതിൽ വലിയ പ്രാധാന്യമില്ല. സത്യത്തിൽ നിന്നുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉറച്ച അടിത്തറ തുടങ്ങുന്നത്.
ലോകത്തിന്റെ അഭിപ്രായങ്ങൾ മാറും, പക്ഷേ ക്രിസ്തു എന്ന സത്യം ഒരിക്കലും മാറുന്നില്ല. ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയും കുടുംബവും സമൂഹവും ആരാലും തകർക്കാനാവില്ല. കാരണം അവരുടെ അടിസ്ഥാന ശില തന്നെയാണ് ക്രിസ്തു. ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തിന്റെ കുറ്റപ്പെടുത്തലുകളും ചാഞ്ചാട്ടങ്ങളും അതിജീവിക്കാനുള്ള ശക്തി ഈ മഹാരഹസ്യത്തിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന്. അതിനാൽ നമ്മുടെ ജീവിതം അന്നേരം യേശു ജനങ്ങളോട് പറഞ്ഞു, ഈ തലമുറയിലെ ആളുകളെ ഞാൻ ആരോടാണ് ഉപമിക്കേണ്ടത്? അവർ ചന്തസ്ഥലത്ത് ഇരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെയാണു പോലെ. അവർ പറയുന്നു, ഞങ്ങൾ കുഴലൂതിയപ്പോൾ നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം പാടിയപ്പോൾ നിങ്ങൾ കരഞ്ഞുമില്ല. പിന്നെ യേശു പറഞ്ഞു, സ്നാപക യോഹന്നാൻ ഭക്ഷണവും വീഞ്ഞും ഒഴിവാക്കി ജീവിച്ചപ്പോൾ നിങ്ങൾ അവനെ പിശാച് ബാധിച്ചവൻ എന്നു വിളിച്ചു. മനുഷ്യപുത്രൻ ഭക്ഷിച്ചും പാനം ചെയ്തും വന്നപ്പോൾ ഇവൻ ഭോജനാസക്തനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരനും എന്നു പറഞ്ഞു. എങ്കിലും ജ്ഞാനം അതിനെ അനുഗമിക്കുന്ന മക്കളാൽ നീതീകരിക്കപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ ഈ വാക്കുകൾ നമ്മളിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തു ചെയ്താലും സംതൃപ്തരാകാത്ത, എല്ലാത്തിലും തെറ്റുതേടുന്ന ഒരു മനോഭാവം. സന്തോഷത്തിനും സഹകരിക്കാത്തവർ, ദുഃഖത്തിനും പങ്കുചേരാത്തവർ. യേശു അത് ചന്തസ്ഥലത്ത് കളിക്കുന്ന കുട്ടികളുടെ ഉപമ കൊണ്ട് വ്യക്തമാക്കുന്നു. ഒരു കൂട്ടം കല്യാണം കളിക്കാൻ ശ്രമിച്ചാൽ മറുവശം ചേരുന്നില്ല. വിലാപം കളിച്ചാൽ പോലും അവർ നിരാസം കാണിക്കുന്നു. ഈ മനോഭാവം തന്നെയാണ് യേശു ഈ തലമുറയുടെ മുഖം എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി സ്നാപക യോഹന്നാനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മരുഭൂമിയിൽ വാസം ചെയ്ത, വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച, ഒട്ടകരോമ വസ്ത്രം ധരിച്ച് ദുഷ്കരമായ ജീവിതം നയിച്ച പ്രവാചകൻ. പക്ഷേ ജനങ്ങൾ അവന്റെ ജീവിതത്തെ ഭക്തിപൂർവം കാണാതെ അവനിൽ പിശാചുണ്ട് എന്നു മുദ്രകുത്തി. അതിനുശേഷം യേശു ജനങ്ങളിലേക്ക് വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സമീപനം പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. യേശു ആളുകളോടൊപ്പം ഇരിച്ചു, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുവെച്ചു, കല്യാണവിരുന്നുകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കാനും മടിക്കുകയില്ലായിരുന്നു. എന്നാൽ ജനങ്ങൾ പറഞ്ഞു, ഇവൻ ഭോജനപ്രിയനും മദ്യപനും സാമൂഹ്യത്തിലെ മോശക്കാരുമായി കൂട്ടുകൂടുന്നവനാണ്. നോക്കൂ, രണ്ട് വിപരീത ശൈലികൾ. യോഹന്നാൻ കഠിനപരിത്യാഗത്തിലൂടെ ദൈവിക ലക്ഷ്യത്തിലേക്കെത്താൻ ശ്രമിക്കുന്നു. യേശു സ്നേഹത്താൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. രണ്ടും ദൈവീയമായ ദൗത്യം കൈകാര്യം ചെയ്യുന്നു. എന്നാൽ അതിനെ അപഗ്രഥിക്കാൻ മാത്രം ഒരുമിച്ചു നോക്കുന്നവർക്ക് രണ്ടും തെറ്റായിരിക്കുകയാണ്. സ്നേഹം എന്നാൽ അവർ ജോലി ചെയ്യുന്നതായാൽ കുടുംബത്തെ പാഴ്വാക്കിക്കൊടുത്തു, പണത്തിന് മാത്രമാണ് താൽപ്പര്യം എന്നു പറയപ്പെടും. കാണുന്നു, എന്തെങ്ങനെ ജീവിച്ചാലും കുറ്റപ്പെടുത്തലുണ്ടാകും. മിതമായി സംസാരിക്കുന്നവനെ അഹങ്കാരിയാണ് എന്നു കാണും. എല്ലാം തുറന്നു പറയുന്നവനെ വായാടിയാണ്, സ്വകാര്യതയില്ല എന്നു പറയും. ഈ ലോകത്തിന്റെ നിരന്തരം നീതിതീർപ്പുകൾക്കൊപ്പം നാം ചവിട്ടുകയാണെങ്കിൽ മനസ്സിലാകുന്നത് സമാധാനം നഷ്ടപ്പെടും. ജീവിതം മുന്നോട്ടു പോകാൻ തടസ്സപ്പെടും. കാരണം എന്തു ചെയ്താലും എപ്പോഴും ചിലർ എതിർക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ നാം സത്യത്തിൽ അടിസ്ഥിതമായ സമാധാനവും ദൈർഘ്യവുമുള്ള വഴിയെ മാത്രം പിന്തുടരണം. അതുകൊണ്ടാണ് യേശു ആ സുവിശേഷ ഭാഗം ഇരക്കെ സമാപിപ്പിക്കുന്നത്. എങ്കിലും അവർ വിമർശിക്കുകയോ കുറ്റം കണ്ടെത്തുകയോ ചെയ്യില്ല. പകരം ഓരോ സംഭവത്തിലും ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും.
ജ്ഞാനത്തിന്റെ മക്കൾ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളിൽ താൽപ്പര്യമില്ല. അവർ ഫലങ്ങളെ കാണുന്നു. യോഹന്നാന്റെ ജീവിതം അനേകരെ മാനസാന്തരത്തിലേക്കു നയിച്ചു. യേശുവിന്റെ ജീവിതം ലോകത്തേക്കുള്ള രക്ഷയ്ക്കു വഴിതെളിച്ചു. ശൈലികൾ വ്യത്യസ്തമായിരുന്നാലും ലക്ഷ്യമൊന്നായിരുന്നു. ഇന്ന് ഈ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു ശിഷ്യന്റെ മനോഭാവമാണ്. വിവേകം, തുറവി, സ്നേഹം എന്നിവ കൊണ്ടുള്ള മനോഭാവം. മറ്റൊരാളുടെ ജീവിതത്തെയും ശൈലിയെയും വേഗത്തിൽ വിധിക്കാനോ കുറ്റപ്പെടുത്താനോ ശ്രമിക്കാതെ അവിടെയുള്ള നന്മയെ കാണാൻ ശ്രമിക്കുക. ദൈവം പലരിലൂടെ പല രീതിയിലും പ്രവർത്തിക്കുന്നു എന്ന് നീ കുഴലൂതിയാൽ അവർ നൃത്തം ചെയ്യില്ല. വിലാപഗാനം പാടിയാൽ അവർ കരയില്ല. പക്ഷേ നീ തളരരുത്. നിന്റെ പ്രവൃത്തികളുടെ ഫലം കൊണ്ട് ദൈവിക ജ്ഞാനം നിന്നെ നീതീകരിക്കും. ഇന്നത്തെ 2 വായനകളും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ സന്ദേശം വ്യക്തമാണ്. ഒന്നാം വായനം നമ്മോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ ഭക്തിയുടെ മഹനീയ രഹസ്യമാണ്, അഥവാ യേശുക്രിസ്തുവാണ്. അവന്റെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം എന്നിവ സത്യത്തിന്റെ ആധാരമാണെന്നും ഈ സത്യത്തിൽ ആഴത്തിൽ നിൽക്കുന്നവൻ ലോകത്തിന്റെ ചാഞ്ചാട്ടങ്ങളും കുറ്റപ്പെടുത്തലുകളും അഭിമുഖീകരിക്കാൻ സന്നദ്ധനാകും. ലോകമെന്തു പറയുന്നു എന്ന ചിന്തയിൽ വിരൽ വെക്കാതെ ദൈവം എന്നെക്കുറിച്ച് എന്തു കരുതുന്നു എന്ന ചിന്തയിലൂടെയാണ് അവർ നയിക്കപ്പെടുക. അതിനാൽ ഇന്നത്തെ വചനങ്ങൾ കേട്ട ശേഷം നമ്മുടെ ജീവിതത്തിൽ ഏതു മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു പ്രായോഗിക അധ്യായം ഇതാ. നമ്മുടെ ചിന്തകളിലും സംസാരങ്ങളിലും മറ്റൊരാളിനെ വിധിക്കാനോ കുറ്റപ്പെടുത്താനോ ഒരു പ്രവണത തോന്നുമ്പോൾ നിർത്തി ആ പാതയിലേക്ക് ചുവടുവെക്കാം. യേശുവിന്റെ വാക്കുകൾ ഓർക്കുക. ജ്ഞാനം അതിന്റെ മക്കളാൽ നീതീകരിക്കപ്പെടുന്നു. അതായത്, ആ വ്യക്തിയുടെ പ്രവൃത്തിയിൽ ഒരുപക്ഷെ നമ്മൾ കാണാനാകാത്ത ദൈവിക നന്മയുടെ അംശങ്ങൾ ഒളിച്ചിരിക്കാമെന്ന് ചിന്തിക്കുക. കുടുംബത്തിൽ പങ്കാളിയെയോ മക്കളെയോ മാതാപിതാക്കളെയോ പെട്ടെന്ന് വിമർശിക്കാതെ അവർ വിമർശനത്തിന്റെ ശീലം വിട്ട് വിവേചനത്തിന്റെയും സ്നേഹത്തിന്റെയും പാത തിരഞ്ഞെടുക്കാൻ ഈ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് ഹൃദയങ്ങളെ ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, നല്ലവനായ കർത്താവേ, ഇന്നു ഞങ്ങൾക്ക് ലഭിച്ച തിരുവചനങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ലോകത്തിന്റെ നിരന്തരം വരുന്ന കുറ്റപ്പെടുത്തലുകൾക്കും വിലയിരുത്തലുകൾക്കും മുമ്പിൽ പലപ്പോഴും ഞങ്ങൾ തളരുന്നവരാണ്. സ്നാപക യോഹന്നാനെയും നിങ്ങളുടെ പ്രിയപുത്രനായ യേശുവിനെയും പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എങ്കിലും നിങ്ങളുടെ ജ്ഞാനം, സ്നേഹം, കരുണ എന്ന അത്ഭുതകരമായ വഴി നമ്മെ ഉയർത്തി മുന്നോട്ടു കൊണ്ടുപോകട്ടെ. കർത്താവേ, മറ്റുള്ളവരുടെ വിമർശനത്തിന്റെയും തെറ്റായ നിരീക്ഷണങ്ങളുടെയും കണ്ണികളിൽ കുടുങ്ങാതെ ദൈവിക ജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനും അവരുടെ നന്മയും ശ്രമങ്ങളും തിരിച്ചറിയാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമാക്കണം. കുടുംബത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും സമാധാനത്തിന്റെയും പരസ്പര ബോധത്തിന്റെയും പ്രചാരകരായി നമുക്ക് നിലകൊള്ളാൻ ശക്തി നൽകണം. ഈ വചനം കേൾക്കുന്ന ഓരോ മനുഷ്യരെയും നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗബാധിതരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും കുടുംബ പ്രശ്നങ്ങളിൽപ്പെട്ടവരും മാനസികമായി തളർന്നവരും എല്ലാവരെയും നിങ്ങളുടെ സ്നേഹം സ്പർശിച്ച് സുഖപ്പെടുത്തണം. അവരുടെ വഴികളിൽ പ്രകാശമാകാൻ, സഹായിക്കാനും പിന്തുണ നൽകാനും നിങ്ങളുടെ സാന്നിധ്യം